அப்போ எல்லாம் வனமாக கிடந்த சமயம். இது வந்து ஒரு சின்ன ஒரு புற்று. அப்போ ஒரு புற்றில் ஒரு மரம், முருங்கை மரம். அது இப்படி சர்ப்பம் போல் இப்படி வளைஞ்சு இருக்கும். அதில் ஒரு சூலம், ഒരു സർപ്പം ഇരിക്കും. அதை വച്ച് தான் പൂജിച്ചത്. നേരത്തെ കൃഷ്ണൻ അമ്പലം മുകളിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്കൊരു ജാതി വിലക്കായിട്ട് വന്നപ്പോൾ பழையமார் அலக்க மாட்டாங்க, குளிக்க மாட்டாங்க, மாறி நிற்கணும் அப்படின்னு சொல்லி ஒரு பிரச்சனை வந்துருச்சு. அந்த பிரச்சனையில் தான் அடுத்த எந்த கோயிலுக்கும் போகக்கூடாது, அம்பலத்துக்கு யாரும் போக வேணாம் அப்படின்ட்டு நம்ம சொந்தமாக உற்பத்தி ஆகிக்கலாம். அப்போ நம்மளை யாரும் தள்ளி நில்லுன்னு சொல்ல மாட்டாங்க. அங்கே இருக்கிற தேவி தேவமாரை தான் நம்மளை സ്വീകരിക്കണം. அவர் வேணான்னு சொன்னால் நம்ம இறங்கிக்கிறலாம். அந்த ஒரு இதில் தான் இந்த அம்பலம் உற்பத்தி ஆக்குனது. பின்ன இது வந்து ஒரு பத்ரகாளி இது. இப்போ இந்த அம்பலத்துக்கு வந்து எந்த ஜாதி வித்தியாசம் எதுவும் கிடையாது. எல்லா ஆளும் வந்துக்கலாம், എടുക്കണം. ഞങ്ങളിത് ഇപ്പോൾ 12 വർഷം പൂർത്തീകരിച്ചു. 12ാം വർഷം കുംഭാഭിഷേകം നടത്തി. ഇത് 13ാമത്തെ വർഷമാണ്. അപ്പോൾ അവർക്ക് ആയുസ് കൂട്ടുക. ദേവിക്ക് ഇപ്പോൾ 18 വയസ്സാണ്, 19 വയസ്സിലേക്ക് കടക്കാനാണ് ഇത് 12ാം വർഷത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രൂപം മാറ്റം വേറെ വരും. അതായത് ആ ദേവിക്ക് ഇപ്പോൾ നേരത്തെ പാവാടയായിരിക്കും, അത് കഴിഞ്ഞിട്ട് സാരിയായിട്ട് വരും. എല്ലാ സമുദായങ്ങളും ഞങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോവാണ്. വ്യത്യസ്തമായ ജാതി അത് നോക്കാതെ ഈ മേഖലയിലുള്ള എല്ലാ ആൾക്കാരെയും കൂട്ടി ഞങ്ങളത് വിപുലമായിട്ട് കൊണ്ടാടി പോവുകയാണ്. ഒത്തിരി നേർച്ച കാഴ്ചകളെല്ലാം ഇവിടെ നിന്ന് ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്, കാര്യം സാധിച്ചിട്ടുമുണ്ട്. അത് കാരണം ജനങ്ങൾക്ക് നല്ലൊരു ഭക്തിപൂർവ്വമായിട്ട് വരുന്നുമുണ്ട്. ചക്കുളം പള്ളിയക്കുടി ശ്രീ ഭദ്രകാളി അമ്മ ക്ഷേത്രമെന്ന് ഒരു നല്ലൊരു പേര് ആക്റ്റീവായി ഇത് ഹോസ്റ്റലിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരോടൊപ്പം വന്നിട്ട് നല്ല സഹകരണം ഞങ്ങൾക്കിത് കൊണ്ടാടി കൊണ്ടുപോകുന്നു. 3 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഉത്സവം കൊണ്ടാടുന്നത്. ദൈവത്തിനെ പ്രാർത്ഥിച്ച് വരുത്തി ശാപ്പാട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു വർഷത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണം, എന്ത് അസംഭാവിതം നടക്കാതെയും ജനങ്ങൾക്ക് നല്ലത് വരണമെന്ന് പറഞ്ഞ് ദൈവത്തെ പ്രാർത്ഥിച്ച് അവർക്കുള്ള ആ ശാപ്പാട് കൊടുത്ത് അവർ തൃപ്തിപ്പെടുത്തി ഇരുത്തുക. അതിനാണ് വർഷത്തിൽ ഒരു ഉത്സവം വെക്കുന്നത്. ആദ്യത്തെ ദിവസം തീച്ചട്ടി, രണ്ടാമത്തെ ദിവസം വന്ന് അമ്മൻ ഊർവലം, പിന്നെ അത് കഴിഞ്ഞിട്ട് മാവിളക്ക്, സൂലംകുത്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ആക്റ്റീവായിട്ടെടുത്ത് 3 ദിവസം കൊണ്ടാണ് കൊണ്ടാടുന്നത്. പണ്ട് അന്നത്തെ ഞങ്ങളുടെ പഴയ ആൾക്കാർ ഈ പഴയ ഐതിഹ്യത്തിൽ തന്നെ വനവാസികളുടെ അതേ കണ്ടിട്ട് പോയത്. പുതിയതായിട്ട് ഒരു അമ്പലം പണിത് കഴിഞ്ഞാണ് ഈ ഇതൊക്കെ തുടങ്ങിയത്, മുളപ്പരി മാവിളക്കൊക്കെ. അത് അത് ഞങ്ങളുടെ ആചാരപ്രകാരമല്ല, അത് ബ്രാഹ്മണ ആചാരപ്രകാരം ആ ദേവിയെ കൊണ്ട് സ്ഥാപിച്ചത് കഴിഞ്ഞാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഈ തമിഴ്നാട്ടിൽ ഒരു അമ്പലമുണ്ട്, അവിടെ ഇവിടെ നിന്ന് പോയി അവർ അത് ചെയ്ത് കണ്ടു പഠിച്ചാണ് അത് ഇവിടെയും ഞങ്ങൾക്കും ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ ഉത്സവമായിട്ടുണ്ട്. അപ്പം കുടുംബത്തിലെ എല്ലാവരും പങ്കെടുക്കുന്ന നിയമം, അതിൽ ആരെങ്കിലും വിലക്ക് വെച്ച് പോയിട്ട് ഇവിടെ നിന്ന് 8 ദിവസത്തിനുള്ളിൽ ഈ ഉത്സവം തീരുന്നവരെ ഇവിടെ തന്നെ നിൽക്കണം. പോയിട്ട് വരാം, ആകെ നിൽക്കാൻ പറ്റിയില്ല. രോഹിണി നക്ഷത്രമാണ് ഞങ്ങൾ ഉത്തമം. ആ നക്ഷത്രം വന്ന് 8 ദിവസത്തെ കണക്ക്, നല്ല കമുക്. ആ കമുക വീട്ടുകാരുടെ അനുവാദം വാങ്ങിച്ചിട്ട് അവരെ കൊണ്ട് വെട്ടിക്കാൻ എല്ലാവരും വെട്ടാൻ പറ്റിയില്ല. അതിനുള്ള ആൾക്ക് വെട്ടാനുള്ള തച്ചനുണ്ട്. തച്ചനെ വിളിച്ചിട്ട് അവിടെ ചില കർമ്മകാര്യങ്ങൾ ഈ മരത്തിൻ്റെ ഉടമയ്ക്ക് ദക്ഷിണ കൊടുത്ത് ഉളി വയ്ക്കത്തില്ല. ഉളി വെച്ച് വിട്ടിട്ട് എല്ലാം കൊട്ടും ചെണ്ടയും കൊട്ടി എല്ലാം കൊണ്ട് എല്ലാ ആൾക്കാർക്കും കൂടി അത് ചുമന്ന് കൊണ്ടുവന്ന് അന്ന് അതിനുള്ള ആചാരങ്ങൾ, ഉടയാട, അതുപോലെ മഞ്ഞച്ചരട്, പിന്നെ താലിച്ചരട്, ഇതെല്ലാം ദേവി ഈ കൊടിമരത്തിൽ ഉണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് അത് കെട്ടി പൂജാതി കാര്യം ചെയ്ത് വേണം നടത്തും. അങ്ങനെയാണ് കൊടിമരം കെട്ടുന്നത്. കൊടിമരമാണ് ഏറ്റവും പുക്കിളെന്നാണ് ഞങ്ങളുടെ സങ്കല്പം. ദേവിയുടെ പുക്കിളാണ് കൊടി. ആ ജീവൻ ആത്മ അതിനകത്ത് ഉണ്ട് എന്നാണ് ഞങ്ങളുടെ സങ്കല്പം. കൊടി നാട്ടിയതിൻ്റെ ആ വൈകുന്നേരം മുളപ്പേരിന് മുളപ്പിക്കാനുള്ള പയറുകളും ചാണകവും നെല്ലും ഈ കച്ചിയൊക്കെ കൊണ്ടുവന്ന് അത് വെച്ചിട്ടാണ് അവർ മുളപ്പേർ നിളയ്ക്കുന്നത്. അത് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ അമ്പലത്തിൽ ചെന്ന് കാപ്പ് കെട്ടുന്നത്. ഞങ്ങൾ കാപ്പ് എന്നാ പറയുന്നത് കൈ കെട്ടുന്നതിന്. അത് കെട്ടിക്കഴിഞ്ഞാൽ നല്ല നോയം പിരിക്കണം.
നല്ല നോയമ്പ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുളപ്പേര് നല്ല പോലെ വളരും. നമ്മുടെ നോയമ്പിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ മുളപ്പേര് വളർച്ച കുറവായിരിക്കും. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും. അത് സമയത്തിന് സമയം വെള്ളം തെളിച്ചു കൊടുക്കണം. വെട്ടം പാടില്ല. കരകം എന്ന് പറയുന്നത് ചെറിയ കുളത്തിൽ കമ്പ് വെച്ചിട്ട് കമ്പിന് കച്ചി ചുറ്റിയിട്ട് കച്ചിയുടെ പുറമെ മണ്ണ് തേച്ച് അതിൽ പയർ വർഗ്ഗങ്ങൾ ഇട്ട് അത് കിളിപ്പിച്ച് അതിന് മുകളിൽ മല്ലികപ്പൂ അത് ചുറ്റി ആണ് കരക കൊണ്ടുവരുന്നത്. അപ്പോൾ കരക കൊണ്ടുവരുമ്പോൾ അമ്മയുടെ മുഖം വെച്ചിരിക്കും. നല്ലതുപോലെ നോയമ്പ് എടുക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് വീട് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ദോഷമാണെന്നാണ് സങ്കല്പം വരുന്നത്. അതാണ് കരകത്തിൻ്റെ കാര്യം. വൈകുന്നേരം ഞങ്ങൾക്ക് കുമ്മിയടിയുണ്ട്. ഈ ദേവിയെ വർണ്ണിച്ച് കുമ്മി അടിക്കുന്നത് അനുസരിച്ച് ഇത് പതിയെ കിളിക്കാരും ഇതെല്ലാം വരത്തുള്ളൂ. കുമ്മിപ്പാട്ടെന്ന് പറയും. ആ പാട്ട് പാടുന്നോറും ദേവിക്ക് ഭയങ്കര സന്തോഷമാകും. ഈ പാട്ട് പാടുന്നോറും സന്തോഷമാകും, പയറും നല്ലപോലെ വളർന്നു കിട്ടും. ഇപ്പൊ നമുക്ക് ഇവിടെ പാട്ട് പാടാൻ ആളില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നല്ലോ പാട്ട് പാടുന്നത്. അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചോണ്ടുള്ള പാട്ടാത്. നമുക്ക് എല്ലാ കാര്യത്തിലും സഹകരിക്കണം, വെച്ച് നിൽക്കുന്ന സന്തുഷ്ടയാകണം എന്നുള്ള, എല്ലാ ജനങ്ങൾക്കും നന്മ നേരണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ആ പാട്ടിന്റെ അർത്ഥം. 8 ദിവസം ആ കുമ്മി അടിച്ചേ പറ്റത്തുള്ളൂ. ഒരു ദിവസം ഇടവിട്ടാൽ അത് നിന്ന് പോകും. ഈ കുമ്മിയടി എന്തെങ്കിലും മിസ്റ്റേണെങ്കിൽ നമ്മുടെ മാവളൊക്കെ വരുമ്പോൾ നമുക്കത് കത്തി കാണിക്കും. അത് കാരണം ആ ഭക്തിപൂർവ്വം മൊത്തം അതേ ആചരണം തന്നെ പോകത്തില്ല. 8 ദിവസം കറക്റ്റായിട്ട് കുമ്മി അടിച്ചിരിക്കണം. പിന്നെ 8ാമത്തെ ദിവസം കഴിയുമ്പോൾ தான் உற்சவம் தொடங்கும். இப்போ 11 ദിവസത്തെ ഉത്സവം. അപ്പോൾ ஃபஸ்ட்டு நாள் அன்னைக்கு வந்து இங்கே கலசம் எல்லாம் முடிஞ்சிட்டு தீச்சட்டி. തീച്ചട്ടി എടുക്കുന്നത് നേർച്ചയാണ്. അവരുടെ കുടുംബത്തിലുള്ള മാസൂരികളോ അല്ല അഞ്ചാമ്പനിയോ അല്ല വേറെ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ദേവി ഞങ്ങൾ തീച്ചട്ടി എടുക്കാൻ നേർച്ച വെക്കും. ചിലർ 3 വർഷം കൊണ്ട് നിർത്തും, ചിലർ 5 വർഷം കൊണ്ട് എടുക്കും. അവർ മുടങ്ങാതെ അത് വർഷങ്ങൾ നമുക്ക് ആ തീച്ചട്ടി എടുക്കണമെന്ന്. പിന്നെ ആയുഷ്കാലം മുതൽ മരണം വരെ എടുക്കുന്നവരും ഉണ്ട്. தீச்சட்டி எடுத்து வந்து தீச்சட்டியெல்லாம் முடியும் போது ஒரு 9 மணி ஆயிரும். அதுக்கப்புறம் தேவி எழுந்தள்ளுப்பு அப்படின்ட்டு சாமியை சப்பரத்தில் வச்சுட்டு எல்லா ஏரியும் கொண்டு போவோம். இப்போ பூஜை எடுப்புன்னு ஒரு இது. அப்போ அங்கே சாமி போகும்போது ஒவ்வொரு வீட்லேயும் பூஜை கொடுக்குவோம். அது பூஜை எடுத்து வரும்போது காலையில் ஆயிரும். പിന്നെ പിറ്റേ ദിവസം അതുമാതിരി ഹോമം പൂജ കലശം എല്ലാം முடிஞ்சிட்டு ഘോഷയാത്രയിൽ മാവിളക്ക്, അമ്മൻകുടം, കാവടി, சூளக்காவடி, இப்படி எல்லா இதுவும் என்ன அந்த ദേവിക്ക് ഏതേത് പിടിക്കുന്നോ അതെല്ലാം. മാവളക്കെന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ ഈ മാവും ശർക്കരയും പിന്നെ ഉപ്പും കുരുമുളകും എല്ലാം പൊടിച്ചിട്ട് വെച്ച് ശർക്കര നല്ലപോലെ പാല് കാച്ചി ഈ മാവിനകത്ത് ഒഴിച്ച് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുത്ത് അങ്ങനെ വിളക്ക് റെഡിയാക്കുന്ന. കുടമാണെങ്കിൽ മറ്റേ നമ്മൾ കുടമില്ലേ വെള്ളം കൊണ്ടുവരുന്ന സ്റ്റീൽ കുടം അല്ലെങ്കിൽ പിച്ചളക്കുടം ആയിരിക്കും. അതിന് ചുറ്റും ഒരു തുണി കിട്ടും അടിയിൽ. അതിന് പുറമെ മാവ് ചുറ്റിയിട്ട് കാർത്തിക വിളക്കില്ലേ, കാർത്തിക വിളക്ക് വെക്കും. എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുക്കുക, തിരി കരിയാതെ നോക്കണം, തിരി കെടുന്നുണ്ടോ എന്ന് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അവർ ഈ അമ്പലം അടുക്കും തോറും മേളത്തിനടിച്ച് വരുമ്പോൾ തുള്ളാത്തുമ്പോൾ തുള്ളിപ്പോവും. മാവളക്കം മറ്റേ എടുക്കുന്ന അതല്ല, പ്രത്യേക ഇതുപോലെ ദൈവസങ്കല്പമുള്ളവർ തുള്ളും. അത് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ വരുമ്പോൾ 3 വലം വെച്ച് കറങ്ങി ചുറ്റി ആടി വന്നിട്ട് അവർ തന്നെ മറ്റേ തന്നെ ദേവിയുടെ ശാസ്ത്രങ്ങളെ വീടും. എന്നിട്ട് അവർക്ക് മഞ്ഞ വെള്ളം കൊടുത്ത് മാറ്റിയിടും. അതാണ് ഈ ലാസ്റ്റ് വരുമ്പോൾ ഇവർ തുള്ളുന്നത്. അതെടുത്ത് എല്ലാം ക്ഷേത്രത്തിൽ കയറുമ്പോൾ മഹാ ദീപാരണ എല്ലാം കംപ്ലീറ്റ് വിളക്ക് കൊളുത്തി ദീപാരണ പണിയിട്ട് 3ാമത്തെ ദിവസം പൂജ. സാധാരണ എപ്പടി പൂജ ഇങ്ങനെ നടക്കും അത് மாதிரி പൂജ முடிச்சிட்டு മുളപ്പയർ இப்போ അമ്പലത്തിലുണ്ട്. പുണ്യാകം കൊണ്ടുപോയി മുളപ്പയർക്ക് തെളിച്ച്
പിന്നെ அதுக்கப்புறம் எல்லாம் முளைப்பயிர் எடுக்கும். முளைப்பயிர் எத்தனை 100 150 இப்படி 200 മുളപ്പയർ വരും. ഈ മുളപ്പാർ എടുക്കുന്നത് ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ആരെങ്കിലും നോയമ്പോ മറ്റോ പിഴച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ മുളപ്പാൽ പയറും മറ്റുള്ള കിടക്കുന്നത് കരിഞ്ഞു പോകും. പിന്നെ അവർക്ക് ഇരട്ടിയാണ്. ഒരു വർഷത്തിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമത് 3 പോലെ 6 ആവും. അതുപോലെ തന്നെ മഴ പെയ്യണം എന്ന് ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ നമുക്കിത് വർണ്ണിച്ചിട്ട് ഞങ്ങൾക്ക് മഞ്ഞ നീരാടി ഞങ്ങളത് ദേവിക്ക് സമർപ്പിക്കുമ്പോൾ ഇത് കണിശമായിട്ട് പെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തിന് മുളപ്പാർ കൊണ്ടുപോകുന്നത് അമ്മയ്ക്ക് അതാണ് ഏറ്റവും വലിയ തൃപ്തി, മുളപ്പാർ കൊണ്ടുപോകുന്നത്. നമ്മൾ ഇത്രയും ഘോഷയായിട്ട് വന്ന് എല്ലാ അമ്പലത്തിലും അവിടെ വരുമ്പോൾ പൂജയുണ്ട്. ആ പൂജയിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇതുപോലെ കുമ്മി അടിച്ച് മുളപ്പാൽ എടുക്കുന്നത്. അത് തോട്ടിൽ കൊണ്ട് കലക്കോ അല്ല കുളത്തിൽ കൊണ്ട് കലക്കണം. അന്നേരം തന്നെ മുളപ്പാൽ കലക്കി ഉടനെ കൊടിമരം ഞങ്ങൾ ഇറക്കും. അന്നേരം ഏത് രാത്രിയായാലും കൂടെ കൊടിമരം ഇറക്കി അതുകൊണ്ട് അവരുടെ വീടുകളിൽ ചെല്ലാൻ പറയും. നാരങ്ങായും ഭസ്മം കൊടുത്താലേ അവർ വീട്ടിൽ തിരിച്ചു പോകാൻ പറ്റും. വെറും കൈയായിട്ട് പോകരുത്. ദേവിയുടെ സങ്കല്പമായിട്ട് ഓരോരുത്തർക്കും ഓരോ നാരങ്ങായും അതിന് ഭസ്മം കൊടുത്ത് വിടും. അതാണ് സമമനസ്സീരി.